ഗൈസ് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എൻ്റെ പൊന്നോ ഗൈസ്, വേർത്തൊലിക്കാൻ 42 ഡിഗ്രി ഗൈസ് ഇന്ന് തളിപ്പറമ്പിൽ. അയ്യോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. ചൂട് കൊണ്ട് തന്നെയാണ് ഗൈസ് ഇങ്ങനെ നിൽക്കുന്നത് ഗൈസ്. എൻ്റെ വീട്ടിലിപ്പം വരുന്നൊരു കള്ളപ്പൂച്ച ഗൈസ്. അത് ഗൈസ് ഗൈസ് നേരെ കണ്ട അത് എന്ത് സാധനം വെച്ചാലും അപ്പുറത്ത് തിന്നും ഗൈസ്. ഗൈസ് അത് അപ്പുറത്ത് ഏതോ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് ഗൈസ്. ചൂടായതുകൊണ്ട് പക്ഷിക്കളുടെ വെള്ളം വെച്ചിട്ടുണ്ട് ഗൈസ്. അതെല്ലാം കുടിച്ചിട്ട് ചൂട് മാറ്റിട്ട് ഗൈസ്. ഈ വെള്ളത്തിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. 5 ദിവസം കഴിച്ചിട്ട് ഒരു പച്ചക്കളർ വന്നു ഗൈസ്. ഒന്നും കഴിഞ്ഞല്ല, ചൂട് കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. ഗൈസ് ഈ പ്ലാവിൽ ചക്ക നോക്കണം ഗൈസ്. കുഞ്ഞു ചക്ക ഗൈസ്. താഴെയുണ്ട് മേലെയുണ്ട്. മേലെ 2 ഉണ്ട് ഗൈസ്. കാണുന്നുണ്ടോ? ക്യാമറ ക്ലിയർ ഇല്ല കുറച്ച് നാളായിട്ട്. ഗൈസ് നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടത് ഗൈസ്, നിങ്ങൾ നേരത്തെ അല്ല ഇപ്പം തൊട്ട് മുമ്പ് കണ്ട ക്ലിപ്സ് എല്ലാം ഗൈസ് ഇന്നലെ ഞാൻ എടുത്തതാണ്. ഇത് ഇന്ന് 21 വെള്ളി, ഇന്നലെ 20 വ്യാഴ എടുത്ത ക്ലിപ്പാണ് നിങ്ങൾ ഇത്രയേരം കണ്ടത് ഗൈസ്. ഇപ്പം ഇന്നലെ ഞങ്ങൾക്ക് അധികം ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏട്ടനെ ഇത് പോയി എന്താ അങ്ങനെ ഫ്ലോ പോയി ഗൈസ്. എടുത്തുകൊണ്ട് തന്നെ ഫ്ലോ പോയി. അതുകൊണ്ടാണ് ഇന്നലെ വേഗം കട്ടാക്കണ്ടാണ്. ഇപ്പം ആദ്യം ചെയ്യുന്നുണ്ട് ഗൈസ്. സംഭവം വേറെ ഒന്നല്ല ഗൈസ്, ചൂടായതുകൊണ്ട് അധികം വ്ളോഗ് ചെയ്യാൻ തോന്നുന്നില്ല ഗൈസ്. അതാ സംഭവം. അതുകൊണ്ട് രണ്ട് സൈഡ് 3 സൈഡ് ഇപ്പോൾ വ്ളോഗ് ഇട്ടിട്ട് ഈ സംഭവം അതാണ്. ഇന്നെങ്കിലും ഈ വ്ളോഗ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം ഗൈസ്. ചൂടായതുകൊണ്ടാണ് വ്ളോഗ് ഡിലേ ആയത്. എന്നിട്ട് വേറെ ഒന്നല്ല ഗൈസ്. ഗൈസ് പിന്നെ നമ്മളെ ചാനലിൽ നോമ്പ് തുറേൻ്റെ വ്ളോഗ് വരുന്നുണ്ട് ഗൈസ്. 23-ാം തീയതി, അതായത് മറ്റന്നാളെ ഗൈസ് നോമ്പ് തുറ നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ക്ലിപ്സൊക്കെ എടുത്തിട്ട് ചാനലിൽ ഇട്ടേക്കാം. വ്ളോഗ് എന്ന രീതിയിൽ തന്നെ ഇടാം. ശ്രമിക്കും, എടുക്കാൻ പറ്റിയിരിക്കണം, പറ്റും. അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ ചെയ്ത ക്ലിപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യണം. കണ്ടിന്യൂ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇന്നലെ ചെയ്ത ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യാൻ. ഗൈസ് ചെടിക്കൊക്കെ വെള്ളം നനക്കുക, വെറുതെ ഇരിക്കുന്നില്ലേ ഗൈസ്. പഠിച്ചെല്ലാം കഴിഞ്ഞ ഗൈസ്. ഇനി 2 പരീക്ഷ ബാക്കിയുള്ളത്. ആ 2 പരീക്ഷൻ്റെ പഠിച്ചു. അതുകൊണ്ടല്ല സീനൊന്നുമില്ല ഗൈസ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്നാ പഠിക്കാണ്ട് വീഡിയോ ചെയ്യുന്നത് ഗൈസ്. സംഭവം ഞാനെല്ലാം പഠിച്ച് വെച്ചതന്നെയാണ്. ഇതുകൊണ്ടായി ഈ പൈപ്പാണ് ഗൈസ് വെള്ളം നനക്ക് എടുക്കാറ്. പൈപ്പ് ഓണാക്കട്ടെ. റെക്കോർഡല്ലേ ഗൈസ്? ഈ പൈപ്പ് ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയിടണം ഗൈസ്. കഷ്ടപ്പെട്ട് കയറ്റിയിട്ടുണ്ട് ഗൈസ്. നല്ല ഭാരമാണ്, നല്ല ടൈറ്റാണ് ഗൈസ്. ഇത് ഗൈസ് ഓണാക്കി നോക്കാം ഗൈസ്. ഇതെല്ലാം ലീക്കാണ് ഗൈസ്. പഴയതായതുകൊണ്ടാണെന്ന് അറിയില്ല, ഫുൾ ലീക്കാവുക. ഇതിൽ ഒഴിച്ച് വന്നിട്ട് ഇങ്ങോട്ടൊക്കെ പോകണം ഗൈസ്. ഇത് മൊത്തം നനഞ്ഞ് ഇനി പിടിക്കാനും പറ്റില്ല. എൻ്റെ പൊന്നോ, അടിപൊളി ഗൈസ്. അവിടെ ലീക്കാവുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്ക് തന്നെ നനക്കാൻ തുടങ്ങാം. ഇതിൽ വെള്ളം വരാൻ തുടങ്ങി. ഗൈസ് വെള്ളം വരുന്ന കുറവാണ്, വെള്ളം വരുന്നില്ലല്ലോ. ഗൈസ് കപ്പൊക്കെ ആട്ടത്, കപ്പൊക്കെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ.
ഗൈസ് വെള്ളം പൈപ്പ് നേരെ റോസിൻ്റെ അടുക്ക വെച്ചിട്ടുണ്ട്. ഗൈസ് ഞാൻ അവിടെ നിന്ന് നനഞ്ഞോളും, പക്ഷേ ഇവിടെ ലീക്ക് ആവുന്നതാണ് ഗൈസ് വേറെ പ്രശ്നം. എത്ര വെള്ളം പോകുന്നുണ്ട് അറിയാം ഗൈസ്, നമുക്ക് കുറേ വെള്ളം പോയി. ഇപ്പുറത്തിൽ ഒഴിച്ച് വരുന്നുമുണ്ട്. ലീക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യണ്ട്. ഗൈസ് വെള്ളം വരാത്ത എന്തുകൊണ്ടാണ് മനസ്സിലായി ഗൈസ്, ഇവിടെ മൊത്തം ചൊറഞ്ഞ ഇതായിട്ടുള്ളത് ഫുൾ കെട്ടുപിടിയിട്ടുള്ളു ഗൈസ്. കുറേ നിർത്തി ഞാൻ, എന്നിട്ടിത് ഇത്ര വരെ ലീക്കായി. ഗൈസ് അങ്ങനെ ചെടിക്കെല്ലാം നനച്ചു ഗൈസ്. പക്ഷേ പൈപ്പ് ഗൈസ് ഒരു ഞാൻ പറയാം, ഇവിടെ ചൂടെടുക്കുന്നു റൂമിൽ, പിന്നെ തണുപ്പുണ്ടാവും ഗൈസ്. ഗൈസ് നേരത്തെ AC ഇട്ടുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ട് ഗൈസ്. ഞാൻ ചെടിക്കെല്ലാം നനച്ചു ഗൈസ്. ഇതൊരു കൊച്ചു വീഡിയോ ആയിരിക്കും ഗൈസ് സംഭവം. ഗൈസ് ഇത് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ അല്ല ഗൈസ്. അതാണ് എന്തായാലും 3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് മാത്രം ചെയ്ത വ്ളോഗാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പുതിയൊരു വ്ളോഗ് പിന്നെ വരെ ഗൈസ്. അടുത്ത വ്ളോഗ് നോമ്പ് തോറ വ്ളോഗാണ് ഗൈസ്. നമ്മുടെ നാട്ടിലത്തെ നോമ്പ് തുറയുണ്ട് 23-ാം തീയതി ഗൈസ്, ഞായറാഴ്ച. ഗൈസ് 23-ാം തീയതി ഞായറാഴ്ചയാണ് ഗൈസ് നോമ്പ് തുറ ഗൈസ്. അതിൻ്റെ വ്ളോഗ് ഉടൻ തന്നെ വരുന്നതാണ് ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഇത്ര, ഇതൊരു കൊച്ചു വീഡിയോ ഗൈസ്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് ആകുമെന്ന് അറിയില്ല ഗൈസ്. ബൈ ബൈ ഗൈസ്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വന്നത്, പൈപ്പിൽ വെള്ളം വരാത്ത സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ മോട്ടർ ഇടാൻ വിട്ടുപോയതാണ്. എൻ്റെ ഭാഗത്ത് തെറ്റി, പൈപ്പിൻ്റെ അകത്തല്ല, ഞാൻ മോട്ടർ ഇടാൻ വിട്ടുപോയതാണ് ഗൈസ്. ബൈ ബൈ.